നളന്ദ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം. സ്കൂളിലെ ടാപ്പുകൾ കവർന്നു. കിഴുപ്പള്ളിക്കര നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ഓളം ലോഹ ടാപ്പുകളാണ് നഷ്ടപ്പെട്ടത്. ക്രിസ്മസ് അവധി കഴിഞ്ഞെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഒരു മാസം മുൻപാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഭിത്തി നിർമ്മിച്ച് ടാപ്പുകൾ സ്ഥാപിച്ചത്. ഏകദേശം 5000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി പറയുന്നു. ഈ ടാപ്പില് 2-ാം തീയതിയാണ് മോഷണം പോയിട്ടുള്ളതെന്ന് ഒരു ഊഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1-ാം തീയതി ഒരു NSS ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഉച്ചവരെയും അവർക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ പോയി. പിന്നെ വർക്കേഴ്സ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായുള്ള വർക്കേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായില്ല അവർ. അപ്പോൾ ആ ദിവസമായിരിക്കും 2-ാം തീയതി ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും തോന്നുന്നു. 3-ാം തീയതി അച്ഛൻ വന്ന് നോക്കിയപ്പോഴാണ് ടാപ്പിലൊന്നും കാണാണ്ടായിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ ത്രൂ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസിന്. പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഒന്ന് നോക്കാണ്ട്, നമുക്ക് CCTV ഉണ്ട്. പക്ഷേ ഈ ഭാഗത്തുള്ള ക്യാമറ ഇത് കാണില്ല. അപ്പോൾ ബാക്ക് ഗേറ്റ് ത്രൂ ആയിരിക്കും അവർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്യാമറ ഒന്ന് ചെക്കിങ് ചെയ്താൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്കൂളിന് ചുറ്റുമതിലും ഗേറ്റും ഉണ്ടെങ്കിലും രാത്രി സ്കൂളിനകത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. കായിക രംഗത്ത് വിജയം നേടിയ കുട്ടികളുടെ ഫോട്ടോ സഹിതം സ്കൂളിന് മുൻവശത്ത് സ്ഥാപിച്ചിരുന്നു. അനുമോദന ബോർഡ് കുറച്ചുനാൾ മുൻപ് സാമൂഹ്യ വിരുദ്ധർ തീ വെച്ച് നശിപ്പിച്ചിരുന്നു. പ്രധാന അധ്യാപിക അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് സ്ഥലം സന്ദർശിച്ചു. ദൂരപരിധി കൂടുതലുള്ള അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തി പ്രദേശമായ കിഴുപ്പള്ളിക്കരയിലെ സമീപ പ്രദേശങ്ങളിലും പോലീസിന്റെ സാന്നിധ്യക്കുറവ് ഉള്ളതിനാൽ സ്കൂളുകളും പാടശേഖരങ്ങളും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളായി മാറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് നാട്ടുകാരും പറയുന്നു.